ഹലോ, വെൽക്കം ടു മിനി വിഷുബു വ്ളോഗ്സ്. ഒരുപാട് നാൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ എടുക്കുവാണേ. 2 വർഷത്തിൽ കൂടുതലായി ഞാൻ വീഡിയോ എടുത്തിട്ട്. എൻ്റെ വീട് പണിയും വീട് ഷിഫ്റ്റിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതിനുശേഷം ഇപ്പം പുതുതായിട്ട് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുവാണ്. എല്ലാവരും സഹകരിക്കണം കേട്ടോ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ നാടൻ മീൻകറി. ശരി, മീൻകറി വെക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു മൺചട്ടിയാണ് വേണ്ടത്. മൺചട്ടി തന്നെ വെക്കണം. നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും മൺചട്ടി തന്നെ വേണം. മൺചട്ടിയിൽ വെച്ചെങ്കിൽ ആ കറിയുടെ യഥാർത്ഥ സ്വാദൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. ചട്ടി നന്നായിട്ട് ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം മീൻകറിക്ക്. വെളിച്ചെണ്ണയിൽ മീൻകറി വെച്ചെങ്കിൽ ഈ മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ വേണം. ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിൽ നമ്മുടെ ഈ കോട്ടയം, തിരുവല്ല, പത്തനംതിട്ട ഏരിയയിലേക്കുള്ള മീൻകറിയുടെ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകണം. ചൂടായ ശേഷം നമുക്ക് കടുകിടണം. നമുക്കിപ്പോൾ കടുകിടാം. ഞാൻ ഇതിനകത്ത് ഒരു ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടണം. കടുക് ഉലുവയൊക്കെ പൊട്ടി. ഇപ്പം നമുക്ക് വെളുത്തുള്ളി ഇടാം. ഞാൻ 1, 2, 3 ടേബിൾ സ്പൂൺ ഫുള്ള് വെളുത്തുള്ളി ഇട്ടേ. അതിനുശേഷം നമുക്ക് ഇഞ്ചി കുറച്ച് കുറവായാലും മതി. ആ വെളുത്തുള്ളി ഒന്ന് ഇട്ട് വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ആയി വെളിച്ചെണ്ണയിലൊന്ന് ഇറങ്ങണം. അതിന് ശേഷമേ, ഒത്തിരി മൂത്തും പോകരുത്, അതിന് ശേഷമേ നമ്മൾ ഇഞ്ചി ഇടാവേ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ടേ. ഇത് രണ്ടും കൂടെ ഞാൻ ഇച്ചിരി സിമ്മിലിടും. ഒത്തിരി തീയാണെന്ന് തോന്നുന്നു. ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് വാടണം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആകണ്ട. ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10 ചുമന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്. ചുമന്നുള്ളി തന്നെ ഇടണം. വേറെ വേറെ വെല്ലുള്ളി ഒന്നും ഇതിന് ചേർക്കാൻ പാടില്ല. ചുമന്നുള്ളി തന്നെ ഇടണം. കോട്ടയം മീൻകറിക്ക് ചുമന്നുള്ളി തന്നെ ചേർക്കണം. ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളി, കടുക് ഇത് രണ്ടും നേരത്തെ പണ്ടൊക്കെ മീൻകറികളിൽ ചേർക്കത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ചേർത്ത് തുടങ്ങിയത്. ഇത് ഉള്ളിയും ചേർക്കത്തില്ല, കടുകും വറക്കത്തില്ല. അതിന് പകരം ഉലുവ ചേർക്കത്തേ ഉള്ളായിരുന്നു. ചുമന്നുള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരണം. ഇപ്പം നമുക്ക് 2 പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പച്ചമുളക് ചേർക്കരുത്. അപ്പോൾ അതങ്ങ് ഒരുപാട് വഴണ്ടിട്ട് അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വേറൊരു കളറിലോട്ട് പോകും. ആ പച്ചമുളക് പച്ചയായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലാസ്റ്റിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തീ സിമ്മാക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ മീൻ കഷ്ണങ്ങളാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂൺ ഫുള്ള് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ ഫുള്ള് മുളക് പൊടി ചേർത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു.
എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചുമക്കുന്നത് വരെ, അതിൻ്റെ പച്ചനിറം മണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയം നമ്മൾക്ക് പുളി, ഒരു 3 ചുള പുളി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് നേരത്തെ വെള്ളത്തിലിട്ട്, അപ്പോൾ ഈ വെള്ളത്തിൽ പുളിയൊക്കെ ഇറങ്ങി റെഡി ആയിരിക്കുമായിരിക്കും. ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് പുളിയോട് ചേർത്ത് കൂടെ മൊത്തത്തിൽ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ മീൻകറിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നേ. ഇപ്പോൾ നമുക്ക് 1 സ്പൂൺ ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർക്കാമേ. അപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിവെള്ളത്തിനകത്തോട്ട് നമുക്ക് മീൻ കഷ്ണം പറക്കിയിടാം. ഇത് 3/4 കിലോ വറ്റയുടെ കഷ്ണമുണ്ട്. പുളി വെള്ളത്തിൻ്റെ അകത്തോട്ട് തന്നെ നമ്മൾ മീൻ ഇടുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് പുതുതായിട്ട് തന്നെ കൂട്ടാൻ നല്ല രുചിയായിരിക്കും. സാധാരണ മീൻകറി വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ടേസ്റ്റ് എന്ന് പറയത്തില്ലേ. ഇതിപ്പോൾ ഈ പുളിവെള്ളം തന്നെ ആയതുകൊണ്ട് ആ ഫ്രഷായിട്ട് മീൻ ഇടുമ്പോൾ തന്നെ ആ പുളിയെല്ലാം മീനിലോട്ട് അങ്ങ് പിടിച്ചോളും. എന്നിട്ട് ഇപ്പം തന്നെ നമ്മളിതൊന്ന് ഇളക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇളക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല, പൊടിഞ്ഞു പോകും മീൻ. ഇപ്പോൾ ഫ്രഷ് ഇട്ടപ്പോൾ തന്നെ പച്ചയായിട്ട് തന്നെ മീനൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി ഇങ്ങനെ ഒന്ന് താത്ത് വെക്കണം. ഇത്രയും മതി. ഇതിന് മേളിൽ ഒത്തിരി വെള്ളമാക്കരുത്. ഇപ്പം തന്നെ ഈ കറി ഒരുവിധം കുറുകിയതാണ്. നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ നന്നായിട്ട് കുറുകി കിട്ടും. നമുക്കിപ്പോൾ ഇത് അടച്ച് വെക്കാം. അടച്ചിരുന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് ഈ സമയം അടപ്പൊന്ന് ഇളക്കിയിട്ട് കറി എടുത്തൊന്ന് ചുറ്റിച്ച് വെക്കണം. പതിയെ ഒന്ന് ചുറ്റിച്ച് അതിൻ്റെ അടിയൊക്കെ ഒന്ന് ഇളകാനും മാത്രം. നല്ല ചൂടായി അടുപ്പ്. ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇതിനകത്ത് പുളി കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഈ കഷ്ണം പുളി ഉണ്ടല്ലോ, അത് 2 കഷ്ണം ഇങ്ങ് തിരിച്ചെടുത്തേക്കാം. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് പുളി ഇട്ട കാരണം തന്നെ ആ പുളിവെള്ളം ഫുള്ള് പുളി ഇറങ്ങി കിടക്കും. അരമണിക്കൂറായിട്ട് വെള്ളത്തിൽ കിടക്കുന്ന പുളിയായിരുന്നേ. അപ്പോൾ ഈ 2 കഷ്ണം പുളി ഞാനിങ്ങനെ തിരിച്ചെടുത്തു. അപ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ഇത് സിമ്മിലിട്ട് ഒരു അരമണിക്കൂറോളം ഇങ്ങനെ സിമ്മിലിരുന്ന് നന്നായിട്ട് വെന്ത് ചാറ് നന്നായിട്ട് കുറുകി വരണം. അതിനുവേണ്ടി നമുക്ക് അടച്ച് വെച്ചേക്കാം. ഇത് തീ കുറച്ച് സിമ്മിലിട്ടേക്കാം. ഇവിടെ ഇരുന്ന് തിളച്ച് പറ്റട്ടെ മീൻ. നമ്മുടെ മീൻകടിയൊക്കെ നല്ലതായിട്ട് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ നല്ല കുറുകിയ കണ്ട ഈ മീൻകറിയുടെ ചാറ് കണ്ടോ, നല്ല കുറുകിയ ചാറോടുള്ള മീൻകറിയാണേ. ഇനിയും പറ്റിക്കണ്ട. ഇനി പറ്റിപ്പോൾ ഇനി ഒന്നും കൂടെ അത് പറ്റും. അപ്പോൾ ഈ സമയം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട്
1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ. ഇതാ ഒരേ 1 ടീസ്പൂൺ. നല്ലപോലെ വെളിച്ചെണ്ണ ചേർത്തതാ, പക്ഷേ ആ ഒരു പച്ച മണം കിട്ടാൻ വേണ്ടിയാണ്. ആ സ്പൂൺ അങ്ങ് കഴുകി ഒഴിച്ചേക്കാം അതിനകത്തോട്ട് തന്നെ. അതിനുശേഷം ഒരു 2 കറിവേപ്പില തണ്ടോട് കൂടി. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് വെച്ചേക്കാം. ആ കായപ്പൊടിയും ഉലുവാപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ചുറ്റിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ 2 പീസ് കറിവേപ്പില അത് ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ ചേർത്തതൊക്കെ അതിനോട് ഒന്ന് ചേരാൻ വേണ്ടിയാണ്. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാമേ. അതിനുശേഷം ഇപ്പം അതങ്ങ് ഓഫ് ചെയ്തേക്കാം. കണ്ടോ നമ്മുടെ മീൻകറി, കോട്ടയം സ്റ്റൈൽ മീൻകറി എന്ത് ടേസ്റ്റി മീൻകറിയാണെന്നറിയാമോ? നല്ല കുറുകിയ ചാറും ഒക്കെ ആയിട്ട് നമ്മൾ പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി മീൻകറി. ഇതിപ്പോൾ നമ്മുടെ നല്ല ചമ്പാവരിച്ചാറ് അരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും. പൊന്നിയരി ആയാലും മതി. ചപ്പാത്തിക്കും കൂടെ നല്ലതാണ്, ദോശയ്ക്കും കൂടെ കഴിക്കാം മീൻകറി ദോശയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ മീൻകറി നല്ല ടേസ്റ്റായിരിക്കും. ഇതാണ് മോനെ മീൻകറി. അടുപ്പ് ഓഫ് ചെയ്തിട്ട് എത്ര നേരമായി? ആ ചട്ടിയുടെ ചൂടിന് അതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഒത്തിരി ലാസ്റ്റ് കറക്റ്റ് പരുവാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ അതങ്ങനെ ചട്ടിയിലിരുന്ന് വീണ്ടും അത് പറ്റി കുറുകി പോകും. ഒട്ടും ചാറ് കിട്ടത്തില്ല. അപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈൽ അടിപൊളി മീൻകറി എല്ലാവരും കണ്ടല്ലോ. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.